ഈ പുഴയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡാണ് പറയുന്നേ. വിനീത് ടെൻഷൻ അടിച്ച് വിയർത്തൊഴുകാണ്. അപ്പൊ നെവിൻ ചോദിക്കാണ്, എന്താ വിനീതേ ഇങ്ങനെ വിയർക്കുന്നേ, ഇങ്ങനെ പേടിക്കല്ലെന്നൊക്കെ പറയാണ്. അപ്പോ അച്ചമ്മ വന്ന് പറയാണ്, ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ, നേരം എത്രയായി എന്ന് വിനീതിനോട് ചോദിക്കാണ്. അപ്പൊ വിനീത് ചോദിക്കാണ്, ഞാൻ എവിടെ പോകാൻ അച്ചമ്മേ. അപ്പൊ അച്ചമ്മ വിനീതിനെ കളിയാക്കി ചിരിക്കാണ്. എന്നിട്ട് വിനീതിനോട് പറയാണ്, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ, ഈ സമയത്തും നെവിനോട് സംസാരിച്ചിരിക്കാണോ, ഗംഗയുടെ അടുത്തേക്കല്ലേ പോകണ്ടേ, അവളോടല്ലേ സംസാരിച്ചിരിക്കണ്ടേ. എന്നിട്ട് വിനീതിനോട് ഗംഗയുടെ റൂമിലേക്ക് പോകാൻ പറയാണ് അച്ചമ്മ. വിനീത് ടെൻഷൻ അടിച്ചിട്ട് ആകെ ഇല്ലാതായ അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് വിനീത് റൂമിലേക്ക് പോകാൻ നെവിനെയും വിളിക്കാണ്. നീ എന്റെ കൂടെ വാട, റൂമറ്റം വന്നാ മതി എന്നൊക്കെ പറയാണ്. അപ്പോ കാവേരി വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. അപ്പൊ നെവിൻ പറയാണ്, അതൊന്നുമില്ല, വിനീതിനെ ആ റൂം വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോകുമായിരുന്നു എന്ന് പറയാണ്. അപ്പൊ കാവേരി ചോദിക്കാണ്, റൂം എന്താ കുറെ ദൂരെയാണോ നിൽക്കുന്നത്, കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ. വിനീത് ആകെ ചമ്മി നാറിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ നെവിന് വിനീതിനെ റൂമിലേക്ക് കൊണ്ടുപോയി വിടുകയാണ്. എന്നിട്ട് വിനീതിനോട് റൂമിൽ ഇരിക്കാൻ പറയാണ് നെവിൻ. അപ്പൊ വിനീത് നെവിനെയും പിടിച്ചിട്ട്, നീ കുറച്ചു നേരം കൂടി എന്റെ കൂടെ റൂമിൽ ഇരിക്കുക എന്ന് പറഞ്ഞ് നെവിനെയും പിടിച്ചുകൊണ്ട് ആ റൂമിൽ ഇരുത്തുകയാണ്. എന്നിട്ട് നെവിനോട് പറയാണ്, എനിക്ക് പേടിയാവണടാ, ഗംഗയ്ക്ക് എന്നെ ഇഷ്ടപ്പെടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ നെവിൻ പറയാണ്, നിന്നെ ഇഷ്ടപ്പെടാതെ ആയിരിക്കോ ഗംഗ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടാവുക, നീ അവളുടെ കുടുംബത്തിന് വേണ്ടി അത്രയും സഹായിച്ചിട്ടില്ലേ, അവൾ അത് മനസ്സിലാക്കും, അതുകൊണ്ട് തന്നെ ഗംഗയ്ക്ക് നിന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടാവും. എന്നിട്ട് നെവിൻ പോകാൻ നിൽക്കുമ്പോ വിനീത് വീണ്ടും അവനെ പിടിച്ചു നിർത്താണ്. എന്നിട്ട് അച്ചമ്മ വന്ന് വിനീതിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാണ് ഗംഗയെ. അവര് ഡോറ് തുറന്ന് നോക്കുമ്പോ വിനീതിന്റെ കൂടെ നെവിനും ഇരിക്കുന്നതാണ് കാണുന്നേ. നെവിൻ ആകെ എന്തോ പോലെ ആവാണ്. എന്നിട്ട് അച്ചമ്മ നെവിനോട്, നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കാണ്. അപ്പൊ നെവി അച്ചമ്മയോട് പോവാണെന്ന് പറഞ്ഞിറങ്ങാണ് പെട്ടെന്ന്. എന്നിട്ട് ഗംഗയെ റൂമിലാക്കിയിട്ട് കതക് അടയ്ക്കാണ് അച്ചമ്മ. ശാരദ അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഗംഗയ്ക്ക് നല്ല തന്നെ വരണം, അവൾക്ക് സന്തോഷമൊക്കെ കൊടുക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കാവേരി വന്ന് ശാരദയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഗംഗ ചേച്ചി നന്നായി തന്നെ ഇരിക്കും, വിനീതേട്ടനില്ലേ അവളുടെ ഒപ്പം, ഇനി ഗംഗ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു വിഷമവും ഉണ്ടാവൂല, വിനീതേട്ടൻ ഉണ്ടല്ലോ കൂടെ, അമ്മ സങ്കടപ്പെടണ്ടെന്ന് പറയാണ് കാവേരി. നെവിൻ കാറിന്റെ ചാവി എടുക്കാൻ മറന്നിട്ടാണ് പുറത്തേക്ക് വന്നേ. തിരിച്ചകത്തേക്ക് പോകാൻ മടിയായിട്ട് പുറത്തന്നെ നിൽക്കുകയാണ്. ആരെങ്കിലും ചാവി കൊണ്ടുവന്ന് തരുമോ എന്ന പ്രതീക്ഷയിൽ പുറത്തന്നെ നിൽക്കുകയാണ്. അപ്പൊ കാവേരി വന്ന് നെവിന് കാറിന്റെ ചാവി തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നെവിൻ കാവേരിയോട് താങ്ക്സ് ഒക്കെ പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇനി അടുത്തത് നിന്റെ കല്യാണമായിരിക്കും അല്ലേ. അപ്പൊ കാവേരി പറയാണ്, ആ അത് ശരിയാ, പക്ഷേ ഞാൻ കുറെ കഴിഞ്ഞിട്ടാ കല്യാണം കഴിക്കൂ, എനിക്ക് കുറെ പൈസ ഉണ്ടാക്കണം, നിന്റെ അമ്മയെക്കാളും വലിയ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങാൻ പറ്റണം. അപ്പൊ നെവിൻ ചോദിക്കാണ്, അത് ആഗ്രഹമല്ലേ, അതും കല്യാണവും തമ്മിൽ എന്താ ബന്ധം. അപ്പൊ കാവേരി പറയാണ്, ബന്ധമുണ്ട്, കല്യാണം കഴിച്ചാ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ നെവിൻ പറയാണ്, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണേൽ നീ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കാണ്. അപ്പൊ കാവേരി പറയാണ്, അങ്ങനെ ഒരാൾ എനിക്ക് എപ്പോഴോ കിട്ടി എന്ന് പറയാണ്. അത് കേട്ട് നെവിൻ പെട്ടെന്ന് ഷോക്കാവാണ്. എന്നിട്ട് കാവേരിയോട് ചോദിക്കുകയാണ്, അതാരാണ്. അപ്പൊ കാവേരി നാണം കൊണ്ട് ചിരിക്കുകയാണ്. അപ്പൊ നെവിൻ കാവേരിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന് ചോദിക്കുകയാണ്. അപ്പൊ കാവേരി പറയാണ്, ആ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. അത് കേട്ട് നെവിന് വിഷമാവുകയാണ്. എന്നിട്ട് കാവേരിയോട് ചോദിക്കുകയാണ്, കാവേരി തമാശ പറയുന്നതല്ലേ. അപ്പൊ കാവേരി പറയുന്നുണ്ട്, ഞാൻ തമാശ പറഞ്ഞതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയാണ് കാവേരി. അത് കേട്ട് നെവിൻ തകർന്നു പോവാണ്. ആകെ വിഷമത്തിലാവുന്നുണ്ട് നെവിൻ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണ് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.